അസ്സലാമു അലൈക്കും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാവിലെ നേരത്തെ ഇത്തിരി ഇറങ്ങാണ് കേട്ടോ. പുറത്തേക്ക് മാർക്കറ്റിലേക്ക് ഒന്ന് പോകണം, കുറച്ച് മീനൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ശരി, ഇതാ മാർക്കറ്റൊക്കെ എത്തിക്കഴിഞ്ഞു. ഇതാ മീൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാതരം മീനുകളുണ്ട്. പക്ഷെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷോപ്പുണ്ട്. അത് മീനൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോയ ശേഷം വേണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കാനുണ്ട്. ആ മീൻ വാങ്ങിച്ച് ഞാൻ കുറച്ച് പച്ചമുള്ളൻ, പിന്നെന്താ കൂന്തൽ, പിന്നെ വേറെ ഒരു വലിയൊരു മീനും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് മറന്നുപോയിട്ടാണ്. ആ മീനൊക്കെ വാങ്ങിച്ച് നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ രാവിലെ പത്തിരിപ്പണിയും മസാലക്കറി ഉണ്ടാക്കണം, അതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരി, ഇതാ മീനൊക്കെ നേരാക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ രാവിലത്തെ നാഷ്ടാപ്പണി കഴിഞ്ഞതും ഇനി കറിക്കുള്ളത് ഇനി തുടങ്ങണമല്ലോ. അപ്പോൾ ഇതാ ഇനി കൂന്തലൊന്ന് ഫ്രൈ ആക്കണം, മുള്ളൻ പൊരിക്കണം, പിന്നെ മറ്റേ ഈ പേരറിയാത്ത മീനുണ്ടല്ലോ അത് കറി വെക്കണം. അപ്പോൾ ഞാൻ നല്ലൊരു പണിയാണ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കുമ്പോഴേക്കും കേട്ടോ. ഞാനും മോള് നിന്നിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാല ഐറ്റംസ് ഞാൻ കൂടുതൽ മസാല ഒന്നും ഇതിൽ ഇടുന്നില്ല. ഇതിൽ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില പൊടിച്ചത്, നാരങ്ങാനീര് ചേർത്തിട്ട് ഈ മുള്ളനും കൂന്തലും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാല പുരട്ടി നന്നായിട്ട് അതിൽ 1 മണിക്കൂർ ഇരുന്നൊന്ന് പിടിച്ചോട്ടെ മസാല അതിൽ. ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കറി വയ്ക്കാനുള്ളതൊന്ന് നോക്കാം. അതാ ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെന്തയം, ജീരകം, പെരുംജീരകം ഇട്ട് പൊട്ടിയിട്ട് സവാളയും ചെറിയുള്ളിയും അരിഞ്ഞിട്ട് വഴറ്റുക. അതിലോട്ട് ഒരു 6-7 പച്ചമുളക് ഇടുക. പിന്നെ തക്കാളി നമ്മുടെ ഇഷ്ടത്തിന് പുളിക്കനുസരിച്ച് ഇടാം കേട്ടോ. അതിട്ട് നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ ടീസ്പൂണിലാണ് മുളക് പൊടി ഇടുന്നത്, കാരണം പച്ചമുളക് നല്ല എരിവുള്ളതാണ്. പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് പുളിവെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് തിളപ്പിക്കാം. ഈ പുളിവെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ മീനിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. മീൻ വെന്ത് വരുമ്പോൾ നമ്മൾക്ക് അരമൂടി തേങ്ങ അരച്ചൊഴിക്കണം. ആ ഒഴിച്ച് മീനും ചാറും തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലിട്ട് അരമൂടി തേങ്ങാപ്പാൽ, 1 കപ്പ് തേങ്ങാപ്പാലും നമുക്ക് ഒഴിച്ചിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ കറി റെഡിയായി. ഇതിൽ വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒഴിക്കണില്ല, കാരണം ഈ മീനിൻ്റെ കൊഴുപ്പും പിന്നെ നമ്മൾ നേരത്തെ താളിച്ചതിൻ്റെ എണ്ണയുണ്ടല്ലോ, അപ്പോൾ അത് മതി. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തൊട്ടതിൽ കൂന്തൽ ഫ്രൈ ആവാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തത് കൂന്തലിനുള്ള മസാല റെഡിയാക്കാം. നമുക്കിതാ ഞാനൊരു പാന് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിൽ കസകസ ഇട്ട് പൊട്ടിച്ച ശേഷം പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള നല്ല 3 സവാള വേണം കേട്ടോ. അതരിഞ്ഞത് വഴറ്റി കൊടുത്ത് അതൊന്ന് വഴന്ന് വരുമ്പോൾ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് മല്ലിയില ഇടുക. അതിൻ്റെ ഒരു പച്ചമണം പോയത് നമ്മൾക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും മാത്രം ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പ്, ഈ മസാലക്കുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഈ ഫ്രൈ ചെയ്ത കൂന്തലിനെ നമ്മൾക്ക് ഈ മസാലക്കൂട്ടിലിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുമ്പോഴേക്കും അടുത്ത അടുപ്പിൽ നമുക്ക് അപ്പോഴേക്കും ചോറും റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറേ ദിവസമായി കുട്ടികൾ പറയുന്നത് നെയ്ച്ചോറും പച്ചമീൻ ചാറും കൂട്ടണം എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.